ഉറക്കത്തിന് മെഗ്നീഷ്യം, ബുദ്ധിക്ക് മീൻ ഗുളിക, നമ്മുടെ കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ആൻഡ് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഫോർ യുവർ മസിൽസ്. ഇതെല്ലാം എടുക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആരൊക്കെ എപ്പോഴൊക്കെ സപ്ലിമെന്റ്സ് എടുക്കണമെന്ന്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? നിങ്ങളൊരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നു, നന്നായി ഉറങ്ങുന്നു ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ ഫോർ എനി സപ്ലിമെന്റ്സ്, ജസ്റ്റ് കണ്ടിന്യൂ വാട്ട് യു ആർ ഡൂയിങ്. എന്നാലും ചില സിറ്റുവേഷനിൽ സപ്ലിമെന്റ്സ് ആവശ്യം വരാറുണ്ട്. അതെന്തൊക്കെയാണ്? നമ്പർ 1, വൈറ്റമിൻ ഡി. സോ വൈറ്റമിൻ ഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്ലീസ് ഗെറ്റ് എ സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് ആൻഡ് ചെക്ക് വാട്ട് യുവർ ലെവൽസ് ആർ. അതിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അക്കോർഡിംഗ് ടു എവിഡൻസ് 30 to 60% ആൾക്കാർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ആൻഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ പുവർ ബോൺ ഹെൽത്ത്, മുടി കൊഴിച്ചൽ, ഇങ്ങനത്തെ സിംറ്റംസ് ആണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ആർക്കൊക്കെ ഇത് വേണം? നിങ്ങൾ എൽഡേർലി ആണെങ്കിൽ, വീട്ടിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റുകൾ കൂടുതൽ എടുക്കുന്ന ഇൻഡിവിജ്വൽ ആണെങ്കിൽ, സൺ എക്സ്പോഷർ തീരെ ഇല്ലാത്ത ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, ഡയറ്റിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഗെറ്റ് യുവർ സെൽഫ് ചെക്ക്ഡ് ആൻഡ് സ്റ്റാർട്ട് എ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ അണ്ടർ ഗൈഡൻസ്. നമ്പർ 2 is iron supplements. So after checking your CBC plus ferritin levels, നിങ്ങൾക്ക് ഡോക്യുമെൻറ്റഡ് ആയിട്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടെങ്കിൽ ആണ് നിങ്ങൾക്ക് അയൺ സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ സിറ്റുവേഷൻ ഇസ് പ്രഗ്നൻസി ടൈമിലും ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്കും മാത്രമാണ് അയൺ സപ്ലിമെൻറ്റ്സ് റെക്കമെൻഡഡ് ആയിട്ട് പറയാറുള്ളൂ. നമ്പർ 3 is ഒമേഗ 3 അല്ലെങ്കിൽ മീൻ ഗുളിക. നമ്മുടെ ഫേവറേറ്റ് ആണെന്ന് അറിയാം, പക്ഷേ അതിൻ്റെ ഡാറ്റ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ട്രയൽസിൽ മാത്രമാണ് കുറച്ചെങ്കിലും ബെനിഫിറ്റ് ജനറൽ പോപ്പുലേഷനിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് കണ്ടിട്ടുള്ളൂ. എന്നാൽ എവിടെയാണ് പ്രിസ്ക്രിപ്ഷൻ ഡോസസിൽ ഒമേഗ 3 കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ട്രൈഗ്ലിസറൈഡ്സ് ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഡയറ്റിൽ ചെറിയ ഫാറ്റി മീനുകൾ കഴിക്കാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ പ്രൂവൺ ആയിട്ട് ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്കാണ് ഇത് കുറച്ചെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് കണ്ടിട്ടുള്ളൂ. നമ്പർ 4 is കാൽഷ്യം. സോ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എവിടെ എടുക്കണമെന്ന് ചോദിച്ചാൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് സപ്ലിമെൻറ്റ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എൽഡേർലി, പോസ്റ്റ് മെനപ്പോസൽ, അതേപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞ് ലാക്ടേഷൻ ചെയ്യുന്ന മദേഴ്സ്, ഇവർക്കെല്ലാം കാൽഷ്യം ഇൻഡിക്കേറ്റഡ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യം എടുക്കേണ്ടാത്ത ഇൻഡിവിജ്വൽസ് ആണ്. കിഡ്നി സ്റ്റോൺസിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, രക്തക്കുഴലുകളിൽ കാൽഷ്യം ഡെപ്പോസിഷൻ റെക്കോർഡ് ചെയ്ത പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റേഷൻ മാത്രം ശ്രദ്ധിക്കാൻ നോക്കും. ലാസ്റ്റ്ലി നമ്മുടെ ഫേവറേറ്റ് സപ്ലിമെൻറ്റ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്. ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെൻറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3 സിറ്റുവേഷനിലാണ് മസ്റ്റായിട്ട് അത് റിക്വയർ ചെയ്യുന്നത്. നമ്പർ 1 is സാർക്കോപീനിയ. ഏജ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൽഡേർലി ആയിട്ടുള്ള ആൾക്കാരിൽ നാച്ചുറൽ മസിൽ ലോസ് വരുന്നതുകൊണ്ടാണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് മസ്റ്റായിട്ട് പറയേണ്ടത്. രണ്ടാമത്തത് എപ്പോഴെങ്കിലും ഒരു ഇൽനെസ്സിൽ നിന്നോ ഒരു സർജറിയിൽ നിന്നോ റിക്കവർ ചെയ്യുന്ന സിറ്റുവേഷനിൽ. ആൻഡ് മൂന്നാമത്തത് ഡെയിലി